സമ്പൂർണ്ണ പരാജയവും കൊണ്ട് പാർട്ടികൾ നിയമസഭയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ച കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തകർപ്പൻ വിജയവുമായി RSPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തിരിച്ചുവരവ് അറിയിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണ പരാജയമായാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരിട്ടത്. 2026 തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പല പാർട്ടികളും നിയമസഭയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ച കൂടിയാണ് കണ്ടത്. ഇതിൽ വൻ പരാജയം നേരിട്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്. മത്സരിച്ച 12 സീറ്റിൽ 12ഉം തോറ്റു. KM മാണി അരനൂറ്റാണ്ടുകാലം നെഞ്ചോട് ചേർത്ത പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പരാജയം ഇരട്ടപ്രഹരമായി. LDFിലെ മറ്റൊരു സമ്പൂർണ്ണ പരാജയം INLന്റേതായിരുന്നു. മത്സരിച്ച ഏക സീറ്റായ കോഴിക്കോട് സൗത്തിൽ INL പരാജയമേറ്റുവാങ്ങി. JDS വിട്ട് ISJD രൂപീകരിച്ചെങ്കിലും മത്സരിച്ച 3 സീറ്റിലും പാർട്ടി തോറ്റു. 3-ൽ 3ഉം പരാജയപ്പെട്ടതോടെ NCP ശരത് പവാർ വിഭാഗവും സമ്പൂർണ്ണ പരാജയമേറ്റുവാങ്ങി. കേരള കോൺഗ്രസ് ബിയുടെ ഏക സീറ്റായ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ തോൽവി രുചിച്ചു. കുന്നത്തൂരിലെ പരാജയത്തോടെ കോവൂർ കുഞ്ഞുമോന്റെ RSP ലെനിനിസ്റ്റും ഇത്തവണ നിയമസഭ കണ്ടില്ല. കണ്ണൂരിൽ തോറ്റതോടെ കോൺഗ്രസും ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അതേസമയം നിയമസഭയിലേക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് UDFിലെ ഘടകകക്ഷികളാണ്. കഴിഞ്ഞ തവണ നിയമസഭയിലില്ലാതിരുന്ന RSP ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. 3 സീറ്റിൽ വിജയിച്ചു. CP ജോണിന്റെ ജയത്തോടെ CMPയും ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്കെത്തി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.